ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു വാട്ടർ പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് വരുന്നത് ന്യൂഫർ ലൂട്ടിയ എന്നാണ്. ഇതൊരു ആമസോൺ പ്ലാന്റ് ആണ്. ഒരു വാട്ടർ ലില്ലിയുടെ കാറ്റഗറി വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലയൊക്കെ വാട്ടർ ലില്ലിയായിട്ട് നല്ല സാമ്യമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പം അധികം കോമൺ അല്ല, എന്നാൽ കുറച്ച് പേരുടെ ഇലയൊക്കെ ഉള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. ഇത് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ട്രോപ്പിക്കൽ വാട്ടർ ലില്ലീസ് പോലെ ഡെയിലി ഫ്ലവർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് നാൾ കൂടിയിരിക്കുമ്പോൾ 2-3 ഫ്ലവറുകളുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ആ ഒരു ഫ്ലവറിങ് സ്റ്റേജ് കഴിയും. അത് കഴിയുമ്പോഴത്തേക്ക് തൈകളൊക്കെ ഉണ്ടാവും. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നുള്ളത്. കളർ ചേഞ്ചിങ് വാട്ടർ ലില്ലിയാണ് എന്നാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. കാര്യം ഇതിന് ഉണ്ടാകുന്ന പൂക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂവിൻ്റെ കളർ മാറി വേറൊരു കളറിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻ പ്രത്യേകത. ഇതിൽ നിന്ന് തൈ ഡെവലപ്പ് ചെയ്ത് മാറ്റി നട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൈ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ തൈകളുണ്ടാവുകയും നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നട്ടാണ് പുതിയ തൈ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുമ്പം സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു സാധനം തേച്ച് കൊടുത്തിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തൈ ചീഞ്ഞ് പോകാതെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു നൈറ്റ് എടുത്തൊരു വിഷ്വലാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലവറാണ്. നല്ല യെല്ലോ ഷെയ്ഡായിരിക്കും ആദ്യം ഉണ്ടാകുന്ന പൂവിന്. അതിൻ്റെ ഒരു ബഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴുള്ളൊരു സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്ടർ ലില്ലിയുടെ ഫ്ലവർ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അധികം കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെയർ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൊരു ഇതായിരിക്കും കൂടുതലുണ്ടാവുക. അതുപോലെ തന്നെ വേറൊരു യെല്ലോ ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇത് യെല്ലോ സ്നോ ഫ്ലേക്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിനൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് വരുന്നത് നമ്മുടെ നോർമൽ വാട്ടർ ലില്ലീസും അക്വാട്ടിക് പ്ലാന്റും വളർത്തുന്ന പോലെ തന്നെ അടിയിൽ ഒരു ലെയർ ആട്ടുംകാഷ്ടം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ടയ്ക്ക് മണ്ണ്, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ഞാൻ ഇവിടെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചിങ്ങിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ യെല്ലോ കളർ എന്നുള്ളത് മാറി നല്ല റെഡ് കളറാവും. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഏകദേശം 1 വീക്കോളം വെയിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടുന്നു. ഇനിയും ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം എൻ്റെ അടുത്ത് കുറേ പ്ലാന്റുകൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് മാക്സിമം വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.